ഷമീറിനെ കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അവൻ ഒളിവിൽ പോയ അന്ന് മുതൽ അവന്റെ യൂട്യൂബ് ചാനലിനകത്ത് വീഡിയോസ് ഇടുന്നുണ്ട്. നമ്മുടെ കേരള പോലീസിന്റെ മോന്തയ്ക്ക് കരി വാരിത്തേക്കുക എന്ന് പറയുന്നത് ഈ ഷമീറിന് ഒരു ഹോബിയായി മാറി എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയെ വണ്ടി ഓടിച്ച് പോകുന്നവൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ അവനെ പിടിച്ച് പെറ്റിയടിക്കുക, അതാണ് തന്നെ വണ്ടി ഓടിച്ച് പോകുന്നവരെ തടഞ്ഞു നിർത്തി അവന്റെ അണ്ണാക്കിലോട്ട് ബ്രത്ത് അനലൈസർ വെച്ചിട്ട് നീ ഊത് ഊത് എന്ന് പറയാണ്ട് മാത്രമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നമ്മുടെ ഷമീർ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞ കേരള പോലീസ് ഈ ക്രൈമിൽ പ്രതിസ്ഥാനത്തുള്ള ഏതെങ്കിലും വ്യക്തികളെ ഇതേവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാണ്ടത് വിളിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പൊ MRC തൊപ്പി എന്ന് പറയുന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തു. അത് റൊട്ടീൻ പ്രൊസീജിയർ മാത്രമാണ്. ഏതൊരു ക്രൈമിനകത്തും ഒരു പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പോലീസ് അത് എതിർക്കും. പിന്നെ കോടതിയുടെ ഒരു മെറിറ്റ് ആണ് ആ ഒരു ജാമ്യം നൽകണമോ വേണ്ടയോ എന്നുള്ളത്. അല്ലാതെ പോലീസ് ജസ്റ്റ് അവരുടെ റൊട്ടീൻ മാത്രമാണ് പാലിക്കുന്നത്. ഇതിനകത്ത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യൂട്യൂബ് ഇയാളുടെ യൂട്യൂബ് ചാനൽ പൂർണ്ണമായും തന്നെ നീക്കം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കേസ് എടുത്തതിന് പിന്നാലെ ഈ തൊപ്പി ഒളിവിൽ തുടരുകയാണ്. ഇയാളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുകുമാരക്കുറുപ്പിന്റെ പിൻഗാമികളാകാണ്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. MRC തൊപ്പി ആൻഡ് ഗ്യാങ്. ഈ ഗ്യാങ്ങിൽ ചെറുപ്പക്കാരെ സുകുമാരക്കുറുപ്പുമായിട്ട് ഞാൻ എന്തുകൊണ്ട് കമ്പയർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നും ഇന്നും സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ക്ലാസിക് ക്രിമിനൽ, അദ്ദേഹം നമ്മുടെ കേരള പോലീസിന്റെ മുഖത്ത് ചെളി വാരി എറിയുന്നതിനകത്ത് ഒരു പ്രത്യേകതരം ത്രില്ലുള്ള മനുഷ്യനാണ്. അതേപോലെ തന്നെയാണ് MRC തൊപ്പി ആൻഡ് ഗ്യാങ്ങും. ഈ പറയുന്ന ഗ്യാങ്ങിലുള്ള മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഒളിവിലാണ്. ഈ ഗ്യാങ്ങിലെ ഒരു ബിരുദൻ നമ്മുടെ കേരള പോലീസിന്റെ മുഖത്തേക്ക് എന്നും ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റാരുമല്ല, MRC ഷമീർ. ഷമീർ നിരന്തരം അയാളുടെ യൂട്യൂബ് ചാനലിനകത്ത് വ്ലോഗുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്രയും അധികം അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വീഡിയോയുടെ IP അഡ്രസ് ട്രാക്ക് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഷമീറിനെ കണ്ടെത്തുവാനായിട്ട് നമ്മുടെ കേരള പോലീസിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്ന സംവിധാനം എത്രത്തോളം പരാജയമാണെന്നാണ് ഷമീർ ഇവിടെ തുറന്നു കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു പോലീസ് സംവിധാനത്തെ വിശ്വസിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് പോകരുത് എന്നാണ് ഷമീർ നമ്മളോട് പറയാതെ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. തൊപ്പി എന്ന് പറയുന്ന നിഹാദിന്റെ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്തു. അതിനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. MRC ഗ്യാങ് അടിച്ചു പിരിയുന്നു. ആ ഒരു ഗ്യാങ് അടിച്ചു പിരിഞ്ഞ ശേഷം ഷമീർ, മമ്മു, ജാസി ഇവർ മൂന്നുപേരും ചേർന്ന് പുതിയൊരു ഗ്യാങ് ഹൗസ് സെറ്റ് ചെയ്യുന്നു. ആ ഗ്യാങ് ഹൗസിൽ ഇരുന്നുകൊണ്ട് ഇവർ കുറച്ചധികം ലൈവുകളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നു. അതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഈ പറയുന്ന തൊപ്പി എന്ന് പറയുന്ന നിഹാദിനെതിരെ ഉന്നയിക്കുന്നു. അതായത് തൊപ്പി എന്ന് പറയുന്ന നിഹാദ് തങ്ങൾക്ക് ശമ്പളം നൽകിയില്ല, തന്നെ അറിയിച്ചു എന്നൊക്കെയാണ് നിഹാദിനെതിരെ ഈ പറയുന്ന മമ്മു ആൻഡ് ഗ്യാങ് പറഞ്ഞുണ്ടാക്കിയത്. എന്നാലും ഇങ്ങനെ ഈ ഒരു ആരോപണം അങ്ങ് വന്നു. തൊപ്പി എന്ന് പറയുന്ന നിഹാദ് എയറിലേക്ക് പോയി. അതിന് തൊട്ട് പിന്നാലെ നിഹാദ് എന്ന് പറയുന്ന തൊപ്പി ഒരു ലൈവ് വരുന്നു. ആ ലൈവിനകത്ത് ഈ പറയുന്ന ഗ്യാങ്ങിലുള്ള മെമ്പേഴ്സ് ആയിട്ടുള്ള മമ്മു, ഷമീർ ഇവരുടെ ഒരു സ്വവർഗാനുരാഗത്തിന്റെ ബന്ധം തെളിയിക്കുന്ന വീഡിയോ ക്ലിപ്പ്, അതായത് ഒരു ദൃശ്യം പുറത്തേക്ക് വിടുന്നു. അതിനകത്ത് ഇവരുടെ ഫേസും പിന്നെ ചില കാര്യങ്ങളൊക്കെ ബ്ലർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ രണ്ടുപേരാണ് എന്ന് ആ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും കാര്യം മനസ്സിലായി. എന്തായാലും അതോടുകൂടി ഈ ഒരു ഗ്യാങ്ങിന് ഒരു പേര് വീണു. MRC കുണ്ടാമണ്ടി ഗ്യാങ്. ആ ഒരു പേരിട്ട് കൊടുത്തത് നമ്മുടെ മാസ്റ്റർ മൈൻഡ് മനുവാണ്. എന്നാലും അങ്ങനെ ഇവർ തമ്മിലുള്ള ചെളിവാരിയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂർച്ഛിച്ചു വന്നപ്പോൾ ഡ്രഗ്സിന്റെ യൂസേജിനെ കുറിച്ച് പറയുന്നു, നേരെയുള്ള അതിക്രമത്തെ കുറിച്ച് എല്ലാ കുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുന്നു. അങ്ങനെ പലരും ചോദിച്ചു, ഈ കേരള പോലീസ് ഇത് കണ്ടിട്ട് എന്തെടുക്കുകയാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള പോലീസ് വൻ പരാജയമാണ് എന്ന് ഈ ഒരു കേസ് കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ കോടതികളിൽ പോലും ഈ പറയുന്ന ഡിജിറ്റൽ എവിഡൻസ്, അതായത് ഞാനിപ്പോ ഈ ഒരു ചെയ്യുന്ന ഈ ഒരു വീഡിയോക്കെതിരെ കേരള പോലീസ് കേസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ എവിഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ആണ്. അല്ലാതെ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ സാക്ഷി പറയേണ്ട ആരുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരെ കണ്ടെത്തേണ്ടത് നമ്മുടെ കേരള പോലീസിന് കഴിയില്ല. ആ സാക്ഷിയായിട്ട് ഉണ്ടാവുന്നത് ഒരു പക്ഷേ എൻ്റെ അച്ഛനോ അമ്മയോ സഹോദരനോ ഒക്കെ ആയിരിക്കും. അവർ കോടതിയിൽ എത്തുമ്പോൾ മൊഴി മാറ്റി പറയേണ്ട സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ എവിഡൻസ് ആയിട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന വീഡിയോ ആണ്. അതായത് ഈ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയെ ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് കണക്കാക്കിയാണ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തൊപ്പി ആൻഡ് ഗ്യാങ് ഇത്രയധികം അലിഗേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടും പല ദൃശ്യങ്ങൾ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടും
നമ്മുടെ കേരള പോലീസ് എന്തുകൊണ്ടോ ഇവരെ അറസ്റ്റ് ചെയ്യാണ്ട് തയ്യാറായില്ല. അങ്ങനെ പ്രതിഷേധങ്ങൾക്കും നിരന്തരമുള്ള ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചും കേരള DGP റവാഡ ചന്ദ്രശേഖർ ഈ ഒരു ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഗ്യാങ്ങിലുള്ള മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഒളിവിൽ പോകുന്നത്. അങ്ങനെ ഒളിവിൽ പോയ ഈ ഗ്യാങ്ങിലെ ഒരു മെമ്പറായിട്ടുള്ള MRC ഷമീറിനെ കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അവർ ഒളിവിൽ പോയ അന്ന് മുതൽ അവന്റെ യൂട്യൂബ് ചാനലിനകത്ത് വീഡിയോസ് ഇടുന്നുണ്ട്. നമ്മുടെ കേരള പോലീസിന്റെ മോന്തയ്ക്ക് കരി വാരിത്തേക്കുക എന്ന് പറയുന്നത് ഈ ഷമീറിന് ഒരു ഹോബിയായി മാറി എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയെ വണ്ടി ഓടിച്ചു പോകുന്നവൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ അവനെ പിടിച്ച് പെറ്റിയടിക്കുക. അതാണ് തന്നെ വണ്ടി ഓടിച്ചു പോകുന്നവരെ തടഞ്ഞു നിർത്തി അവൻ അണ്ണാക്കിലോട്ട് ബ്രത്ത് അനലൈസർ വെച്ചിട്ട് നീ ഊത് ഊത് എന്ന് പറയാണ്ട് മാത്രമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നമ്മുടെ ഷമീർ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. എന്നാലും കേരള പോലീസിന് നല്ലൊരു കൊണ്ടൂര് സമ്മാനിച്ച ഷമീറിന് ബിഗ് സല്യൂട്ട്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്ത നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായാലും അതിന് ചങ്ങല വീണിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്, പരാതികളാണ് ഈ നിഹാദ്, തൊപ്പി എന്ന നിഹാദിനെതിരെ നേരത്തെ ഉയർന്നിരുന്നത്. അങ്ങനെ ലഹരി ഇടപാടുകൾ നടത്തി ഒപ്പം പ്രചരിപ്പിച്ചു എന്നടക്കമുള്ള അനവധി പരാതികൾ ഉണ്ടായിരുന്നു. അതിൽ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ ഉണ്ടാവുകയും വിശദമായ അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഒരു അഭിഭാഷകന്റെ പരാതി ആലുവ റൂറൽ സൈബർ പോലീസിന് ലഭിക്കുന്നത്. ആ പരാതിയിൽ നിഹാദിനെതിരെ കേസ് എടുക്കുന്നു. അതിൽ തന്നെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ, അതായത് IT ആക്ടിന് പുറമെ BNS വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ നിഹാദിന്റെ യൂട്യൂബ് ചാനലിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് പോലീസ് ഈ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് യൂട്യൂബിന് നൽകുകയായിരുന്നു. കഴിഞ്ഞ കാലയളവിൽ ഇയാളുടെ യൂട്യൂബ് ചാനൽ വഴി എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യൂട്യൂബ് ഇയാളുടെ യൂട്യൂബ് ചാനൽ പൂർണ്ണമായും തന്നെ നീക്കം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കേസ് എടുത്തതിന് പിന്നാലെ ഈ തൊപ്പി ഒളിവിൽ തുടരുകയാണ്. ഇയാളെ കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ ഇയാളെ കുറിച്ച് വിവരം കിട്ടിയിട്ടില്ല, ഓക്കെ, സമ്മതിച്ചു. താൻ എവിടെയാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തിയുണ്ട്, MRC ഷമീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ ഒരു വ്യക്തിയുടെ വീഡിയോ അപ്ലോഡ് ആകുന്ന ലൊക്കേഷൻ ആ ഒരു വീഡിയോയുടെ IP അഡ്രസ്സിൽ നിന്ന് കണ്ടെത്താം. എന്തുകൊണ്ട് അത് കണ്ടെത്തി ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന ഗ്യാങ്ങിലുള്ള ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അന്വേഷണം ചെന്ന് അവസാനിക്കുന്നത് നിഹാദ് എന്ന് പറയുന്ന തൊപ്പിയിലേക്കാണ്. അങ്ങനെ തൊപ്പിയിലേക്ക് അന്വേഷണം ചെന്ന് അവസാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല പ്രമുഖരും രംഗത്ത് വരും. അങ്ങനെ പ്രമുഖർ രംഗത്ത് വരുമ്പോഴത്തേക്ക് ഈ തൊപ്പിയിൽ മാത്രമായിട്ട് ഈ കേസ് ഒതുങ്ങി നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഷമീർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ നമ്മുടെ കേരള പോലീസിന് പിടിക്കാമെന്നുണ്ടെങ്കിൽ പോലും പിടിക്കാതെ വിട്ടുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് വാസ്തവം. അതായത് ഇതിനകത്ത് എന്തൊക്കെയോ ചെറിയ തരികിടകളുണ്ട് ഈ തൊപ്പി ആൻഡ് ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട്. പലരും പറഞ്ഞത് ഹവാല ഇടപാടുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കലുണ്ട്, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചും ഇവർക്കെതിരെ ചില സംസാരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ ലഹരി മരുന്ന് മാഫിയയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്നൊക്കെ. അങ്ങനെ വരുമ്പോൾ ഈ തൊപ്പിയിൽ മാത്രം ഈ ഒരു അന്വേഷണം ചെന്ന് നിൽക്കില്ല എന്ന് തോന്നിയത് കൊണ്ട് പല പ്രമുഖരും ഇവർക്ക് വേണ്ടിയിട്ട് രംഗത്ത് വരുന്നു എന്നുള്ള ആരോപണം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഏറ്റവും വലിയ പ്രൈം എവിഡൻസ് ആയിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസ് ഇവർ സബ്മിറ്റ് ചെയ്തിട്ട് പോലും, പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചിട്ട് പോലും എന്തുകൊണ്ട് കേരള പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തില്ല? ഇപ്പോഴും ഒളിവിൽ തുടരുന്ന ഷമീർ എന്ന് പറയുന്ന വ്യക്തി, അയാൾ നിരന്തരം വ്ലോഗുകൾ ചെയ്തിട്ട് എന്തുകൊണ്ട് ആ വീഡിയോയുടെ IP അഡ്രസ് ട്രേസ് ഔട്ട് ചെയ്ത് ആ ആളെ അറസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കേരള പോലീസിന് സാധിക്കുന്നില്ല? ആ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കൈവശമുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്ത് MRC ഗ്യാങ്ങിലുള്ള തൊപ്പി, ഷമീർ, ജാസി, മമ്മു ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു FIR ഫയൽ ചെയ്ത് ഇവരെ എല്ലാവരും നിരന്തരം ജയിലിൽ അടയ്ക്കാൻ സാധിക്കും. എന്തുകൊണ്ട് കേരള പോലീസ് ചെയ്യുന്നില്ല? അതിനൊറ്റ കാരണമേ ഉള്ളൂ, പലരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയിലേക്ക് നമ്മുടെ കേരള പോലീസ് ചെന്നെത്തുന്നുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഈ പറയുന്ന MRC തൊപ്പി ആൻഡ് ഗ്യാങ് എന്ന് പറയുന്നത് ഏതെങ്കിലും മന്ത്രിയുടെ മക്കളൊന്നും അല്ല, അല്ലെങ്കിൽ മന്ത്രിയുടെ ബന്ധുക്കാരല്ല. ഇവരുടെ ക്യാഷ് ഉണ്ട്, നല്ല രീതിയിൽ ക്യാഷ് ഉണ്ട്. ആ ക്യാഷിന്റെ സോഴ്സിനെ കുറിച്ച് ഇപ്പോൾ പലതരത്തിലുള്ള സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസ് വരെ കാണിച്ചുകൊണ്ട് ഇവന്മാർ ഈ വീഡിയോ ചെയ്തിട്ട് അത് തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തും. ഈ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞ കേരള പോലീസ് ഈ ക്രൈമിൽ പ്രതിസ്ഥാനത്തുള്ള ഏതെങ്കിലും വ്യക്തികളെ ഇതേവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ചോദ്യം ചെയ്യാണ്ടെന്ന് വിളിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പൊ MRC തൊപ്പി എന്ന് പറയുന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തു. അത് റൊട്ടീൻ പ്രൊസീജിയർ മാത്രമാണ്. ഏതൊരു ക്രൈമിനകത്തും ഒരു പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പോലീസ് അത് എതിർക്കും.
പിന്നെ കോടതിയുടെ ഒരു മെറിറ്റ് ആണ് ആ ഒരു ജാമ്യം നൽകണമോ വേണ്ടയോ എന്നുള്ളത്. അല്ലാതെ പോലീസ് ജസ്റ്റ് അവരുടെ റൊട്ടീൻ മാത്രമാണ് പാലിക്കുന്നത്. ഇതിനകത്ത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കേണ്ട കാര്യമൊന്നുമില്ല. ദെൻ ഓക്കെ ഗൈസ്, ബൈ.